നിങ്ങൾക്ക് ആപ്റ്റ് ആയിട്ടുള്ള ഒരു കോളേജ് ഓർ യൂണിവേഴ്സിറ്റി എങ്ങനെയാണ് സെലക്ട് ചെയ്യേണ്ടത്? എന്തെല്ലാം കാര്യങ്ങളാണ് ഒരു കോളേജ് അല്ലെങ്കിൽ യൂണിവേഴ്സിറ്റി സെലക്ട് ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ടത് എന്നുള്ള വിഷയത്തെ കുറിച്ചാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ സംസാരിക്കാൻ പോകുന്നത്. ഒരു കോളേജ് ചൂസ് ചെയ്യുക എന്നുള്ളത് കുറച്ച് കഠിനേറിയ കാര്യമാണ്. നമ്മൾ പ്രധാനമായിട്ട് 5 പോയിന്റ്സ് ആയിട്ടാണ് പറയാൻ പോകുന്നത്. ആദ്യത്തേത് അക്കാദമിക് പ്രോഗ്രാംസ് ആണ്. നിങ്ങൾ എടുക്കാൻ ആഗ്രഹിക്കുന്ന കോഴ്സ് എഞ്ചിനീയറിംഗ്, മെഡിക്കൽ, ആർട്സ്, ബിസിനസ് ഏത് വിഷയത്തിലാണ് എന്നുണ്ടെങ്കിലും എത്തരത്തിലാണ് കോളേജ് ഈ ഒരു പ്രോഗ്രാം കണ്ടക്ട് ചെയ്യുന്നത്, പ്രൊവൈഡ് ചെയ്യുന്നത് എന്നുള്ളതിനെ കുറിച്ച് നിങ്ങൾ ഡീറ്റെയിൽഡ് ആയിട്ട് അറിഞ്ഞിരിക്കണം. അതുപോലെ തന്നെ മറ്റൊരു കാര്യമാണ് ഫാക്കൽറ്റീസ് ആൻഡ് സ്റ്റാഫ്സ്. ഈ ഒരു കാര്യത്തെ കുറിച്ച് നിങ്ങൾ തീർച്ചയായിട്ടും അന്വേഷിച്ചിരിക്കണം. അടുത്തത് വരുന്നത് ക്യാമ്പസ് കൾച്ചർ ആണ്. ഓരോ കോളേജിനും ആ ഒരു കോളേജിൻ്റെതായിട്ടുള്ള ഒരു കൾച്ചറൽ പാറ്റേൺ ഉണ്ടായിരിക്കും. നിങ്ങൾ ആഗ്രഹിക്കുന്നത് ഇവന്റ്സ്, സ്റ്റുഡന്റ് ക്ലബ്ബുകൾ, മറ്റ് പ്രോഗ്രാംസ് എല്ലാം നടത്തുന്ന രീതിയിലുള്ള കോളേജ് ആണ് എന്നുണ്ടെങ്കിൽ ആ ഒരു കാര്യത്തെക്കുറിച്ച് നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് അന്വേഷിച്ചിരിക്കണം. അതുപോലെ തന്നെ തിരക്കേറിയ ഒരു ക്യാമ്പസ് അറ്റ്മോസ്ഫിയർ ആണോ, ശാന്തമായിട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയർ ആണോ എന്നുള്ള കാര്യത്തെക്കുറിച്ചും അറിഞ്ഞിരിക്കണം. നെക്സ്റ്റ് പോയിന്റ് വരുന്നത് കോളേജ് ലൊക്കേഷൻ. ക്യാമ്പസ് സിറ്റിയിലാണോ അതോ ശാന്തമായ ഒരു അറ്റ്മോസ്ഫിയറിലാണോ ലൊക്കേറ്റ് ചെയ്തിട്ടുള്ളത് എന്നുള്ള കാര്യത്തെക്കുറിച്ചും നിങ്ങൾ അറിഞ്ഞിരിക്കണം. അടുത്ത പ്രധാനപ്പെട്ട ഒരു പോയിന്റ് വരുന്നത് കോസ്റ്റ് ആൻഡ് ഫൈനാൻഷ്യൽ എയ്ഡ് ആണ്. കോളേജ് പറയുന്ന ഫീസ് നിങ്ങൾക്ക് അഫോർഡബിൾ ആണോ എന്നുള്ളതും ട്യൂഷൻ ഫീസിന് പുറമെ ഒദർ ഫീസ് ആയിട്ട് എന്തെല്ലാം വരുന്നുണ്ട് എന്നുള്ള കാര്യത്തെക്കുറിച്ചും നിങ്ങൾ ഡീറ്റെയിൽഡ് ആയി അറിഞ്ഞിരിക്കണം. അതുപോലെ തന്നെ സെൻട്രൽ ആൻഡ് സ്റ്റേറ്റ്സ് ഗവൺമെന്റ്സ് പ്രൊവൈഡ് ചെയ്യുന്ന സ്കോളർഷിപ്പിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് അപേക്ഷിക്കാവുന്നതാണ്. നിങ്ങൾ ഫൈനാൻഷ്യലി എന്തെങ്കിലും ക്രൈസിസിലാണ് എന്നുണ്ടെങ്കിൽ കോളേജ് മുഖാന്തരം നിങ്ങൾക്ക് എഡ്യൂക്കേഷൻ ലോണിന് വേണ്ടിയിട്ടും അപ്ലൈ ആവുന്നതാണ്. അവസാനമായിട്ട് വരുന്നത് കരിയർ സർവീസ് ആൻഡ് അലുമിനി നെറ്റ്വർക്ക് ആണ്. നിങ്ങളുടെ പഠനത്തിന് ശേഷം ഫ്യൂച്ചറിൽ നിങ്ങളെ ഏത് രീതിയിലാണ് കോളേജ് ഹെൽപ്പ് ചെയ്യുക എന്നുള്ള കാര്യത്തെക്കുറിച്ചും നിങ്ങൾ അറിഞ്ഞിരിക്കണം. ഇന്റേൺഷിപ്പ് പ്രോഗ്രാംസ് ഏത് തരത്തിലാണ് പ്രൊവൈഡ് ചെയ്യുന്നത്, അതുപോലെ ജോബ് അസിസ്റ്റൻസ്, പ്ലേസ്മെന്റ്സ് ചെയ്യുന്നുണ്ടോ എന്നുള്ള കാര്യത്തെക്കുറിച്ചും ഡീറ്റെയിൽഡ് ആയി നിങ്ങൾ അറിഞ്ഞിരിക്കണം. സോ ഈ ഒരു 5 പോയിന്റ്സ് ആണ് പ്രധാനമായിട്ട് നിങ്ങളൊരു കോളേജ് ചൂസ് ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ടത്. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. നിങ്ങൾക്ക് ഇനി മറ്റേതെങ്കിലും വിഷയത്തെക്കുറിച്ച് വീഡിയോ വേണമെന്നുണ്ടെങ്കിൽ കമന്റ്സിലൂടെ അറിയിക്കാവുന്നതാണ്.